ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഒരു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കി നോക്കാം. കറങ്ങുന്ന കമ്പിയിൽ ചിക്കൻ വെച്ച് ചുട്ടെടുക്കുന്ന രീതിയാണിത്. റോട്ടിസറി സ്റ്റിക്കിൽ ഇത് ചിക്കൻ എല്ലാ ഭാഗവും ഒരേപോലെ വെന്ത് കിട്ടും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഞാൻ OTGയിലാണ് ഇത് ഉണ്ടാക്കുന്നത്, ഓവൻ ടോസ്റ്റർ ഗ്രിൽ. അപ്പൊ നമുക്കിത് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമുക്ക് മസാല പുരട്ടാം. മസാല ഇൻഗ്രീഡിയൻസ് ഞാനെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, നാരങ്ങ നീര് 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഓരോന്നും നമുക്ക് ഈ ഡിഷിലേക്ക് ഇടാം. മസാലകളെല്ലാം കൂടി ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉരുട്ടിയെടുത്ത് ചിക്കനിലേക്ക് പുരട്ടാവുന്നതാണ്. മസാല ഇതേപോലെ ഉരുട്ടിയെടുക്കുക. ചിക്കനിലുള്ള വെള്ളമെല്ലാം നന്നായിട്ട് തുടച്ച് എടുക്കുക. തുടച്ചെടുത്ത ചിക്കൻ നന്നായിട്ട് നമുക്ക് വരഞ്ഞു കൊടുക്കാം. ആഴത്തിലായിട്ട് നല്ല ഡീപ്പായിട്ട് വരയണം. നമുക്കിനി മസാല പുരട്ടി കൊടുക്കാം. ഈ വരഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് കിട്ടത്തക്ക രീതിയിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കാം. മസാലയെല്ലാം പുരട്ടി കഴിഞ്ഞു. അരമണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ വെച്ചു. അതിനുശേഷം കുറച്ച് മല്ലിയിലയും വേപ്പിലയും കൂടി ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കാരണം ഞാൻ വെച്ചതാണ്. വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് 2 കാലുകൾ ഒരുമിച്ച് ചേർത്ത് നൂലുകൊണ്ട് കെട്ടി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൈകൾ കൂടി, ഇതിൻ്റെ വിങ്സ് കൂടി നമുക്ക് കെട്ടി വയ്ക്കാം നല്ല ബലമായിട്ട്. 2 ലെഗും 2 വിങ്സും ഞാൻ നൂലുകൊണ്ട് കെട്ടി. കൂടുതലുള്ള നൂല് നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഒരു ഡിഷിലേക്ക് മാറ്റാം. ഇനി ഈ ഡിഷ് നമുക്കൊരു ക്ലിങ് ഫിലിം അല്ലെങ്കിൽ ക്ലിങ് റാപ്പ് ഉപയോഗിച്ച് ഇത് കവർ ചെയ്യാവുന്നതാണ്. ഞാൻ ക്ലിങ് ഫിലിം ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് അടച്ചിട്ടുണ്ട്. ക്ലിങ് ഫിലിം ഇല്ലെങ്കിൽ ഒരു ലിഡ് വെച്ച് നല്ല ടൈറ്റായിട്ട് അടച്ചാലും മതി. ഇനി ഇതിന് ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാം. 1 മണിക്കൂർ മുതൽ 1 ദിവസം വരെ വേണമെങ്കിൽ വെക്കാം. അത് നമ്മുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ 1 ദിവസം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ ക്ലിങ് റാപ്പ് റിമൂവ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ചിക്കൻ പുറത്തെടുക്കാവുന്നതാണ്. മാരിനേറ്റ് ചെയ്ത ചിക്കൻ 1 മണിക്കൂർ മുമ്പാണ് ഞാൻ പുറത്ത് വെച്ചത്. റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം ഇനി കുക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. 200 മുതൽ 250 വരെ പ്രീ ഹീറ്റ് ചെയ്യാം. നമുക്ക് OTG ഇനി പ്രീ ഹീറ്റ് ചെയ്യാം. 10 മിനിറ്റ് സെലക്ട് ചെയ്യുക. ബെല്ല് കേട്ട ഉടനെ തന്നെ ഓവൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചിക്കൻ വെക്കാൻ നോക്കണം.
ഇനി നമുക്ക് ചിക്കൻ റോട്ടിസറി സ്റ്റിക്കിലേക്ക് വെക്കണം. ഇതാണ് റോട്ടിസറി സ്റ്റിക്ക്. റോട്ടിസറി എന്ന് ഉദ്ദേശിച്ചാൽ കറങ്ങുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ റോട്ടിസറി സ്റ്റിക്ക് ഈ ചിക്കൻ്റെ ഉള്ളിലേക്ക് കടത്തി ഈ സൈഡിൽ കൂടി പുറത്തേക്ക് എടുക്കാവുന്നതാണ്. സെൻറ്ററിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ കറങ്ങാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതിനുശേഷം ഇതിൻ്റെ രണ്ടറ്റത്തുമായിട്ട് നമുക്ക് ഈ ഫോർക്ക് കടത്താവുന്നതാണ്. ഇതിൻ്റെ സ്ക്രൂ ലൂസ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കടത്താവുന്നതാണ്. സ്ക്രൂ ലൂസ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ പോയിന്റ് പോലുള്ള ഫോർക്ക് ഈ ചിക്കനിലേക്ക് തറച്ച് കയറ്റാവുന്നതാണ്. അതിനുശേഷം സ്ക്രൂ ടൈറ്റ് ചെയ്യുക. ഇത് സെൻറ്ററിൽ തന്നെ വെക്കണം. അതിനുശേഷം ചിക്കൻ നമുക്ക് തിരിച്ച് എടുക്കാവുന്നതാണ്. ഈ ഫോർക്കും ഈ ഭാഗത്തുള്ള ഫോർക്കും ഇതേപോലെ തന്നെ സ്ക്രൂ ലൂസ് ആക്കിയതിന് ശേഷം ഈ ഭാഗത്തായിട്ട് പ്രസ് ചെയ്ത് ഈ ഇറച്ചിയിലേക്ക് കയറ്റാവുന്നതാണ്. റോട്ടിസറി സ്റ്റിക്കിലേക്ക്, അതായത് കറങ്ങുന്ന ഈ സ്റ്റിക്കിൻ്റെ ഉള്ളിലേക്ക്, സ്റ്റിക്ക് ഞാൻ ഈ ചിക്കൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. രണ്ട് ഫോർക്കും രണ്ട് സൈഡിലായിട്ട് ഇത് പ്രസ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. ഇത് ഒരു ഭാഗത്തും ഇങ്ങനെ തിരിച്ചിട്ട് മറ്റേ ഭാഗത്തും ഇങ്ങനെ പ്രസ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. സെൻറ്ററിൽ തന്നെ, ഈ റോട്ടിസറി സ്റ്റിക്കിൻ്റെ സെൻറ്ററിൽ തന്നെ ഇത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഇത് വെയിറ്റുള്ള ചിക്കൻ ആയത് കാരണം. ഇനി നമുക്ക് ഇത് ഓവനിലേക്ക് വയ്ക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ വയ്ക്കാം. ഗ്രില്ലായിട്ടുണ്ട്. നമുക്കിത് ഇനി എടുക്കാവുന്നതാണ് ഓവനിൽ നിന്നും. ഞാൻ ഇടയ്ക്കൊന്ന് കുത്തി നോക്കിയായിരുന്നു. ഗ്രില്ല് ചെയ്ത ചിക്കൻ നമുക്ക് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. ഇങ്ങനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റി നമുക്ക് ചെയ്ത ചിക്കനിൽ നിന്ന് നമുക്ക് റോട്ടിസറി സ്റ്റിക്ക് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല ചൂടുണ്ട്. അതുപോലെ തന്നെ സ്ക്രൂ ലൂസ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഫോർക്ക് പതുക്കെ ഊരിയെടുക്കാവുന്നതാണ്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന കമ്പി ഞാൻ ഊരിയെടുത്ത് കഴിഞ്ഞു. ഏകദേശം 1-1.25 മണിക്കൂറോളം വേണ്ടി വന്നു. നല്ല വെയിറ്റുള്ള ചിക്കൻ ആയത് കാരണമാണ്. ഇവിടെ ഗ്രിൽഡ് ചിക്കൻ റെഡിയായി. ഇനി നമുക്ക് ഈ കെട്ടിയിരിക്കുന്ന കാലും അതുപോലെ തന്നെ ആ വിങ്സിലെയും നൂല് നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. ചൂടോടുകൂടിയാണ് ഇത് കഴിക്കേണ്ടത്. വേവിച്ച ഒരു മുട്ട കൂടി ഞാനിതിലേക്ക് വെക്കുകയാണ്, ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട്.
ഇതിനു മുമ്പ് വയ്ക്കാൻ പാടില്ല. മുട്ട നമ്മൾ ഓവനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ചൂടോടുകൂടി ഇത് സെർവ് ചെയ്യാം. ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് വെയിറ്റ് കുറഞ്ഞ കോഴിയാണ് എടുക്കുന്നത് നല്ലത്. ഞാനെടുത്ത ചിക്കൻ ഒരു 1.5 കിലോ ഉണ്ടായിരുന്നു. അത് കാരണം മസാല പുരട്ടിയതിന് ശേഷം ആ കൈകാലുകളൊക്കെ കെട്ടാനായിട്ട് കുറച്ച് പാടായിരുന്നു. അതുപോലെ തന്നെ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം റൂം ടെമ്പറേച്ചറിലേക്ക് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിത് ഉണ്ടാക്കിയപ്പോഴൊരു 1 മണിക്കൂറിനേക്കാളും കൂടുതൽ എടുത്തു. ഇത് ഉണ്ടാക്കിയിട്ട് നല്ല ചൂടോടുകൂടിയാണ് കഴിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കിയൊക്കെ നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് ഓസ്ട്രിയൻ വ്ളോഗ്സ് ബൈ ലീലാമ്മ ജോർജ്.